എല്ലാവർക്കും നമസ്കാരം. 2026 വ്യാഴമാറ്റ ഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വർഷത്തെ വ്യാഴമാറ്റത്തെ നമുക്ക് 2 ഘട്ടങ്ങളായി തിരിക്കാം. കാരണം 2026 ജൂൺ 2-ാം തീയതി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറുന്നുണ്ടെങ്കിലും അവിടെ അധികകാലം നിൽക്കാതെ അതിചാരമായി 2026 ഒക്ടോബർ 31-ന് ചിങ്ങം രാശിയിലേക്ക് മാറും. അതിനുശേഷം 2027 ജനുവരി 25-ന് വക്രഗതിയിൽ വീണ്ടും കർക്കിടക രാശിയിലേക്ക് തിരികെ വരികയും 2027 ജൂൺ 26 വരെ അവിടെ തുടരുകയും ചെയ്യും. വ്യാഴത്തിൻ്റെ ഈ വക്രഗതിയും ഉച്ചസ്ഥിതിയും അതിചാരവുമെല്ലാം ചിത്ര അവസാനത്തെ 2 പാദങ്ങൾ, ചോതി, വിശാഖം ആദ്യത്തെ 3 പാദങ്ങൾ എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള തുലാക്കൂറുകാർക്ക് നൽകാൻ പോകുന്ന ഫലങ്ങളെക്കുറിച്ചും കർമ്മസ്ഥാനത്തേക്ക് വ്യാഴം മാറുമ്പോൾ ജോലി സംബന്ധമായി ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും പിന്നീട് ലാഭസ്ഥാനത്തേക്ക് മാറുമ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുമോ എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങളുടെ കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന വർഷമാണിത്. 2026 ജൂൺ 2-ാം തീയതി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക്, അതായത് 10-ാം ഭാവമായ കർമ്മസ്ഥാനത്തേക്ക് മാറുന്നതോടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും കരിയറിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ടതായും വരും. തുടർന്ന് 2026 ഒക്ടോബർ 31-ാം തീയതി വ്യാഴം അതിചാരമായി 11-ാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് മാറുന്നതോടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക പുരോഗതി വന്നുചേരും. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുന്ന സമയമാണിത്. ബിസിനസ്സിൽ നിന്നുമുള്ള ലാഭം ഇരട്ടിക്കും. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് മികച്ച ശമ്പളത്തോടെ ജോലി ലഭിക്കും. തൊഴിൽ രംഗത്ത് ആഗ്രഹിച്ച പ്രൊമോഷനും ഇൻക്രിമെൻറ്റും ലഭിക്കും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ഗൾഫ് രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നവർക്കും ഇത് വളരെ അനുകൂലമായ സമയമാണ്. IT, ഫിനാൻസ്, ആർട്സ്, ഫാഷൻ, ബിസിനസ് എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന സമയമാണിത്. വിവാഹപ്രായമായവർക്ക് നല്ല വിവാഹാലോചനകൾ വരികയും വൈകാതെ വിവാഹം നടക്കുകയും ചെയ്യും. നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുകയും സഹോദരങ്ങളിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കുകയും ചെയ്യും. കൂടാതെ സന്താനങ്ങൾക്ക് വലിയ പുരോഗതി ഉണ്ടാവുകയും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായി മാറുകയും ചെയ്യും. പുതിയ ബിസിനസ് പങ്കാളികളെ ലഭിക്കാനും സാധ്യതയുള്ള സമയമാണിത്. 2027 ജനുവരി അവസാനം മുതൽ വ്യാഴം വക്രഗതിയിൽ വീണ്ടും 10-ാം ഭാവത്തിലേക്ക് തിരികെ പോകുന്നതിനാൽ ജോലി സ്ഥലത്ത് ചെറിയ സമ്മർദ്ദങ്ങളോ അമിത അധ്വാനമോ വേണ്ടി വന്നേക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 10-ാം ഭാവത്തിലെ വ്യാഴം പലപ്പോഴും ജോലിയിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾക്ക് കാരണമാകും. അതിനാൽ പുതിയ ജോലി ലഭിക്കാതെ നിലവിലുള്ള ജോലി രാജിവെക്കരുത്. മേലധികാരികളുമായി തർക്കങ്ങൾക്ക് നിൽക്കാതിരിക്കുക. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന വ്യാഴമാറ്റത്തിന് ശേഷം തുലാക്കൂറുകാർക്ക് തൊഴിൽപരമായ വലിയ ഉയർച്ചകളും മികച്ച സാമ്പത്തിക ലാഭവും കുടുംബ സമാധാനവും ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുലാക്കൂറ് ജനിച്ചവരുടെ വ്യാഴമാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ വൃശ്ചികക്കൂറ് ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.